Thank you, Metropolitan Paulos. അഭിവന്യ പൗലോസ് തിരുമേനിയോടുള്ള പ്രത്യേകമായ കൃതജ്ഞത ഈ സമയത്ത് അറിയിക്കുന്നു. Clergy, bishops, sisters and brothers, I am grateful for the opportunity to share Bible study with you this morning. അഭിവന്യരായ തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളോടൊരുമിച്ച് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ലഭിക്കുന്ന പ്രത്യേകമായ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. I am going to focus on the theme of the kingdom of God and the transformation of the world. ദൈവരാജ്യവും ഈ ലോകത്തിൻ്റെ പരിവർത്തനവും എന്നതാണ് ഈ പ്രഭാതത്തിലെ നമ്മുടെ ദൈവവചന പഠനത്തിൻ്റെ പ്രധാന ചിന്താവിഷയം. We shall explore what the Bible says about the kingdom of God in relation to its relevance, meaning and impact in the world. ഈ ലോകത്തിൽ അതിൻ്റെ സാങ്കത്യവും അതിൻ്റെ അർത്ഥവും പൊരുളും സംബന്ധിച്ച് ദൈവവചനം ദൈവരാജ്യത്തെപ്പറ്റി എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. The kingdom of God speaks of the presence, power and reign of God in the world. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെപ്പറ്റിയും ദൈവത്തിൻ്റെ അധികാരത്തെപ്പറ്റിയും ഒക്കെയാണ് ദൈവരാജ്യം എന്ന പദം കൊണ്ട് നാം വിവക്ഷിക്കുന്നത്. The gospel writers focus on various leading themes. സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായ ശക്തീകരണങ്ങളും ചിന്തകളും ഉണ്ട് എന്ന് നമുക്കറിയാം. And yet all of them seem to speak about the kingdom of God. എന്നാൽ ഈ വ്യത്യസ്തതകളുടെയും വൈവിധ്യങ്ങളുടെയും ഒക്കെ മധ്യത്തിലും എല്ലാ സുവിശേഷങ്ങളും അതിൻ്റെ രീതിയിൽ ദൈവരാജ്യത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. Matthew, for example, focuses on the kingdom of God from the perspective of the fulfillment of prophecy. പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തി എന്ന നിലയിലാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ദൈവരാജ്യത്തെപ്പറ്റി പരാമർശിക്കുന്നത്. His task is to say what was predicted and prophesied in the Old Testament is now fulfilled in Jesus, who is the king in the kingdom. ദൈവരാജ്യത്തിലെ രാജാവായ യേശുവിൻ്റെ ജീവിതത്തിലൂടെയാണ് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടത് എന്ന രീതിയിലാണ് ദൈവരാജ്യത്തെപ്പറ്റി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പരാമർശിക്കുന്നത്. Mark speaks about the kingdom of God from the perspective of the unveiling of the messianic secrecy. മിശിഹ രഹസ്യത്തിൻ്റെ അനാവരണം എന്ന രീതിയിലാണ് മർക്കോസിൻ്റെ സുവിശേഷം ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുന്നത്. He wants to say that Jesus is the Messiah. യേശു തന്നെയാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ മിശിഹ എന്ന് മർക്കോസിൻ്റെ സുവിശേഷം പ്രഖ്യാപിക്കുന്നു. Luke speaks about the kingdom of God from the perspective of the historical Jesus. ചരിത്രത്തിൽ ജീവിച്ച ക്രിസ്തു യേശു എന്ന നിലയിലാണ് ലൂക്കോസിൻ്റെ സുവിശേഷം യേശു ക്രിസ്തുവിനെ പറ്റി ദൈവരാജ്യത്തെ പറ്റിയൊക്കെ പരാമർശിക്കുന്നത്. And the Gospel of John, which is described as a spiritual gospel, focuses on faith and spirituality. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം ആകട്ടെ അതൊരു മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആത്മീകമായ ഒരു തലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിനാൽ അതിനെ ആത്മീകതയുമായി ബന്ധപ്പെട്ടാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെപ്പറ്റി സുവിശേഷം പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. John wants to show us that to enter into God's kingdom, you must believe in Jesus. യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുക എന്ന് യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിക്കുന്നു. Now the kingdom of God, which is the focus of this Bible study, is a significant one for the ecumenical movement and for the World Council of Churches. സഭകളുടെ ലോക കൗൺസിലിനും വിശാലമായ അർത്ഥത്തിൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിനുമൊക്കെ ദൈവരാജ്യം എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. The ecumenical movement has considered the kingdom of God as an essential theme, biblical theme, to support its work in the transformation of the world. ഈ ലോകത്തിൻ്റെ പരിവർത്തനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഏറ്റവും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിഷയമായി ഒരു ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ശക്തീകരണമായി ദൈവരാജ്യത്തെ സഭയ്ക്ക് പ്രസ്ഥാനവും ലോക കൗൺസിലും കാണുന്നു. From its focus on unity, theology, justice,
the preferential option of the poor, integrity of creation and peace, the WCC wants to show direct involvement in society. സഭകളുടെ ലോക കൗൺസിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ശക്തീകരണങ്ങളായ നീതി, സമാധാനം, സൃഷ്ടി, സമഗ്രത, ദരിദ്രരോടുള്ള പക്ഷം ചേരൽ, ഈ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈവരാജ്യവുമായി ബന്ധിതമായി അതിൻ്റെ പ്രവർത്തന പരിപാടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ്. It moves beyond the walls of the church to focus on evangelism and work for justice and peace in the world. ഒരു ഇടവകയുടെ ദൈവാലയത്തിൻ്റെ 4 ചുവരുകളിൽ നിന്ന് പുറത്തേക്ക് സമൂഹത്തിൽ, വിശാലമായ ലോകത്തിൽ ദൈവത്തിൻ്റെ നീതിയും സമാധാനവും പ്രാവർത്തികമാക്കുവാൻ, അത് സാക്ഷാത്കരിക്കുവാനുള്ള ശുശ്രൂഷകളിലും പ്രവർത്തനങ്ങളിലുമാണ് സഭകളുടെ ലോക കൗൺസിലും എക്യുമെനിക്കൽ പ്രസ്ഥാനവും ഇടപെട്ടിട്ടുള്ളത്, നിലകൊള്ളുന്നത്. The understanding of the church as a sacrament, a sign, an instrument has led to a new perception of the relationship between the church and the world. സഭയും ലോകവും തമ്മിലുള്ള ബന്ധത്തിൽ സഭ എന്നത് ദൈവത്തിൻ്റെ ഈ ലോകത്തിലെ കൂദാശയാണ്, ദൈവത്തിൻ്റെ ഒരു അടയാളമാണ് എന്നുള്ള പ്രത്യേകമായ ചിന്താഗതി, ആ ഒരു ധാരണ സഭൈക്യ പ്രസ്ഥാനത്തിൻ്റെ ലോക കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ഗൗരവമായി സ്വാധീനിച്ചിട്ടുണ്ട്. And mission is viewed as God's turning to the world. ദൗത്യം അഥവാ മിഷൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ഒരു ശ്രദ്ധയായി, ഒരു തിരിച്ചുവരവ്, ഒരു തിരിയലായി നാം കാണുന്നു, സഭൈക്യ പ്രസ്ഥാനം കാണുന്നു. So it tells us that the kingdom, the reign of God, has to do with the welfare of the whole person, not excluding social, political and economic aspects of life. ഒരു വ്യക്തിയുടെ ആകമാനമായ ആളത്വത്തിൻ്റെ, സമസ്ത അനുഭവങ്ങളുടെയും രൂപാന്തരത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും അനുഭവമായാണ് ഇതിനെ നാം കാണേണ്ടത്. And since God is interested in the whole person, so must we as the church. ദൈവം ഒരു ജീവിതത്തിൻ്റെ, മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെ പറ്റിയും താല്പര്യമുള്ളവനാകയാൽ നമ്മുടെ ചിന്തകളിലും നമ്മുടെ ആത്മീയതയിലും അതേ തരത്തിലുള്ള ഒരു വിചാരം നമ്മെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Now there are many biblical images and symbols in the scripture that describes God's intentions. ദൈവത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി പരാമർശിക്കുന്ന വ്യത്യസ്തമായ ചിന്തകളും അലങ്കാരങ്ങളും രൂപകങ്ങളും വേദപുസ്തകത്തിലുണ്ട്. But nothing is more clear than the concept of the kingdom of God. എന്നാൽ ദൈവരാജ്യം എന്ന ആ വലിയ ചിന്തയേക്കാൾ, സങ്കല്പത്തേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു രൂപകവും ഇല്ല തന്നെ. Especially when we consider the challenges in our contemporary times. നമ്മുടെ സമകാലിക ലോകത്തിലെ പ്രത്യേകമായ വെല്ലുവിളികൾ നാം ചിന്തിക്കുമ്പോൾ ഇത് ഏറ്റവും പ്രസക്തമാണ്. As early as 1973, the World Council of Churches identified the focus on the kingdom of God as central to its work. സഭകളുടെ ലോക കൗൺസിൽ 1973 മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തന പരിപാടികളുടെ, ചിന്തകളുടെ കേന്ദ്രസ്ഥാനത്ത് ദൈവരാജ്യം എന്ന ആ വേദപുസ്തക ചിന്തയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. It said at the Bangkok Assembly the following. ബാങ്കോക്ക് ലോക അസംബ്ലിയിൽ ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി. It said, firstly, the kingdom of God is central because it is the central concern of Jesus Christ himself. യേശു കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ മർമ്മ പ്രധാനമായ വസ്തുത എന്നത് ദൈവരാജ്യമായതുകൊണ്ട് അത് നമ്മുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തീകരണം ആയിരിക്കണം. It said, secondly, because we believe that it responds to the inspiration of the Holy Spirit, who is calling us and calling our attention to the memory of the kingdom. രണ്ടാമതായി, പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ മറ്റൊരു കാരണം. Now, as we unfold this whole idea and concept of the kingdom of God, it is important to get some clarity, biblical clarity on what the kingdom of God means for us. ദൈവരാജ്യത്തെപ്പറ്റി നാം ഇപ്പോൾ പരിചിന്തനം ചെയ്യുന്ന ഈ വേളയിൽ ദൈവവചനം ഏത് തരത്തിലാണ് ദൈവരാജ്യത്തെ പറ്റി
അതിനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Because it is oftentimes a very misunderstood concept. പലപ്പോഴും ദൈവരാജ്യം എന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിന്തയാണ്. So biblically speaking then, what is the kingdom of God? ദൈവവചനപ്രകാരം ദൈവരാജ്യം എന്നത് എന്താണ്? To understand this theme, I will explore a number of different biblical texts. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി വ്യത്യസ്തമായ ചില വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. But the overarching text that I will use to focus my study on this morning will be taken from Luke chapter 17 verses 20 to 21. എന്നാൽ ഏറ്റവും പ്രധാനമായി ഇന്നത്തെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 20-21 വാക്യങ്ങളാണ്. Which we will read now. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 20-21. ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. A very beautiful passage that actually kind of describes an overall view of the kingdom of God. ദൈവരാജ്യത്തിന്റെ ആഗമന ചിത്രം വ്യക്തമാക്കുന്ന അതിമനോഹരമായ ഒരു വേദഭാഗ ശകലമാണ് നാം വായിച്ചത്. It is clear that the people, even the disciples around Jesus, did not quite understand this kingdom that Jesus was speaking about. യേശു നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവരാജ്യം എന്ന വസ്തുത എന്തെന്ന് യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ശിഷ്യന്മാർക്ക് പോലും അത്ര വ്യക്തമായി മനസ്സിലായിരുന്നില്ല. And in this overall picture, Jesus is saying that the kingdom is actually already amongst you. ഇപ്പോൾ ഇതിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നെത്തിയിരിക്കുന്നു എന്നാണ്. And so from out of this particular text, I want to leave with you 4 points that emerge explaining what this kingdom is all about. ഈ പ്രത്യേകമായ വേദവചന ഭാഗത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ദൈവരാജ്യത്തെ പറ്റിയുള്ള 4 വ്യത്യസ്ത കാര്യങ്ങൾ, വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. Now the first point I want to leave with you is that the kingdom is spiritual, but it is not merely spiritual. പ്രഥമമായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യം എന്നത് നിശ്ചയമായും ആത്മീകമായ ഒന്നാണ്, എന്നാൽ അത് ആത്മീകം മാത്രമല്ല. I guess it also implies how we understand the word spiritual and spirituality. ആത്മീയം, ആത്മീയത എന്ന ഈ പദപ്രയോഗങ്ങൾ നാം ഏത് തരത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതിനനുസരിച്ചാണ് നാം ഇതിനെ മനസ്സിലാക്കേണ്ടത്. There are some Christians who only understand the kingdom of God in spiritual terms. ചില ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ച് ദൈവരാജ്യം എന്നതിനെ ആത്മീയമായ ഒരു രീതിയിൽ മാത്രമാണ് അവർ കാണുന്നത്. And so they avoid dedication to the service to transform the world around us. നമ്മുടെ ചുറ്റുമുള്ള ഈ വിശാല ലോകത്തിന്റെ പരിവർത്തനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ഒന്നും അവർ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. They disengage from society and say that's not our responsibility. Our responsibility is a spiritual kingdom. സമൂഹത്തിൽ നിന്ന് അവർ മാറി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല, ഞങ്ങളുടെ താല്പര്യവും ലക്ഷ്യവും ആത്മീകമായ അനുഭവം മാത്രമാണ്, ആത്മീകമായ ദൈവരാജ്യമാണ് എന്ന് അവർ പറയാറുണ്ട്. They usually build that understanding from 2 particular traditions. 2 വ്യത്യസ്തമായ ചിന്താധാരകളിൽ നിന്നാണ് ഈ ഒരു തരത്തിലുള്ള അഭിപ്രായം രൂപപ്പെട്ടു വരുന്നത്. The first is the apostolic notion of a divine future that relegates the lordship of Jesus Christ to an imagined end of times. ഒന്നാമതായി നാം കാണുന്നത് പ്രത്യേകിച്ച് അപ്പോസ്തോലികമായ വിശ്വാസധാരയിലുള്ള ഒരു ചിന്താഗതി, അഥവാ യേശു കർത്താവിൻ്റെ വരവെന്ന് പറയുന്നത് വളരെ വിദൂരമായ ഒരു ഭാവിയിൽ സംഭവിക്കേണ്ടതാണ്, അതൊരു ലോകാവസാനത്തോട് ചേർന്ന് മാത്രം സംഭവിക്കേണ്ടതാണ് എന്ന ഒരു ചിന്ത. Which basically says we don't have to worry about the present, let's just worry about the future. അതിൻ്റെ പ്രധാന കാതലായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ നാം ഈ കാലത്തെപ്പറ്റി, സമകാലിക ലോകത്തെപ്പറ്റിയും ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റിയും ചിന്തിക്കേണ്ടതേയില്ല, നമ്മൾ ഭാവിയെപ്പറ്റി ചിന്തിക്കേണ്ടവർ മാത്രമാണെന്നുള്ളത്. The other is the Hellenistic notion that the lordship of Christ is applicable only to the spiritual, not to the physical and social realms. രണ്ടാമതായി ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചിന്താധാര എന്നത് ഒരു യവനായ ചിന്തയാണ്. അത് ദൈവത്തിൻ്റെ അധികാരം, യേശുക്രിസ്തുവിൻ്റെ അധികാരം എന്ന് പറയുന്ന ഒരു ആത്മീയ അധികാരമാണ്. അത് നമ്മുടെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളുമായി യാതൊരു ബന്ധവുമുള്ളതല്ല എന്നുള്ള ചിന്ത.
The statement attributed to Jesus, "My kingdom is not of this world," in John 18:36, has been misquoted endless times to legitimate this dual evasion. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു കർത്താവിന്റെ വാക്കുകൾ, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറയുന്നതിനെ പൂർണ്ണമായും ദൈവരാജ്യം ഒരു ആത്മീക തലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്ന് എന്ന് തെറ്റിദ്ധരിക്കാൻ തക്കവണ്ണം നിരന്തരം ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്. The kingdom of God will come when God wills it to come, it is said, and humans can do nothing about the evil world as long as it lasts. ആ ഒരു ചിന്തയിൽ എല്ലാവരും ഊന്നി പറയുന്നത് ദൈവരാജ്യം ദൈവത്തിൻ്റെതാണ്, അത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമാണ് വരുന്നത്, അതിനെ സംബന്ധിച്ച് നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാനില്ല. So the only task of the believer is to accept Jesus as personal Lord and Savior and gain peace with God and love each other. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ദൈവവുമായ ഒരു സമാധാന ബന്ധത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വസ്ഥമായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ്. So the peace of the rest of creation is not part of the Christian agenda and responsibility. ഇത്തരം ഒരു ചിന്താരീതി അനുസരിച്ച് ലോകത്തിന്റെ സമാധാനം, മനുഷ്യനല്ലാത്ത ലോകത്തിന്റെ സമാധാനം നമ്മുടെ ക്രിസ്തീയതയുമായി ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. Now, there are many biblical scholars who tell us that this kind of piety is nothing but an probably unconscious attempt to rationalize oneself out of responsibility. ദൈവവചന പഠിതാക്കളും ഒക്കെ പറയുന്നത് ഈ തരത്തിലുള്ള ഒരു ചിന്താഗതി എന്നത് നമ്മുടെ തന്നെ രീതികളെ, നമ്മുടെ ജീവിത രീതികളെ സാധൂകരിക്കാനുള്ള നമ്മുടെ ഒരു തരത്തിലുള്ള പരിശ്രമമാണ്, ഒഴികഴിവാണ് എന്നതാണ്. Castro tells us that nowhere does the New Testament spiritualize the kingdom of God or limit it to the spiritual side of nature. ദൈവരാജ്യം എന്നത് ഒരിക്കലും ആത്മീയ മണ്ഡലത്തിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടത് ഒന്നല്ല എന്നാണ് ചിന്തകനായ കാസ്ട്രോ പറയുന്നത്. And some scholars tells us that the Bible testifies to a proclamation and realization of a total salvation, one which covers the whole range of human needs and destroys every pocket of evil and grief affecting humankind. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുകയും തിന്മയുടെ, ദുഷ്ടതയുടെ എല്ലാ തുരുത്തുകളെയും, വേദനയുടെ തുരുത്തുകളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന സമ്പൂർണമായ ഒരു രക്ഷയെപ്പറ്റിയാണ് ദൈവവചനം പ്രഖ്യാപിക്കുന്നത് എന്ന് നാം ഓർമ്മിക്കേണ്ടതാണ്. It means that the kingdom, the reign of God in the New Testament, as a breadth and scope which is unsurpassed. It embraces heaven as well as earth. ദൈവരാജ്യത്തെ പറ്റിയുള്ള, രക്ഷയെ പറ്റിയുള്ള വേദപുസ്തക സാക്ഷ്യമെന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അതിൻ്റെ ആഴവും പരപ്പും അതിവിസ്തൃതമാണ്. ഒരിക്കലും ഒന്നിനെയും ആ രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. It embraces world history as well as the whole cosmos. പ്രപഞ്ചത്തെ മുഴുവനും അതോടൊപ്പം മനുഷ്യ ചരിത്രത്തെയും ചേർത്ത് നിർത്തുന്ന, അതിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ അനുഭവമാണ് രക്ഷ, ദൈവരാജ്യം എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നത്. So for people to try to understand the kingdom as embracing the whole of life and the responsibility to work in transforming life, they have this idea that the kingdom has socio-economic and political implications too. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന് നിശ്ചയമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെയുള്ള മാനങ്ങളുണ്ട്. അതിനെ ആ തരത്തിലുള്ള ഭൗതികമായ മാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല. For example, Sabrino points out that liberation theology, as far as it is concerned with liberation, adopts and makes use of the kingdom of God as its most all-embracing theological concept. വിമോചന ദൈവശാസ്ത്രജ്ഞനായ സൊബ്രീനോ പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഒരുമിച്ച് സ്വാംശീകരിക്കുന്നതും ഒന്നിനെയും അകറ്റി നിർത്തുവാൻ കഴിയാത്തതുമായ ഒരു അനുഭവമാണെന്നാണ്. So the kingdom of God does not signify something that is purely spiritual or outside this world. അതുകൊണ്ട് തന്നെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് അന്യമായ ഒന്നല്ല,
അത് ആത്മീയ മണ്ഡലത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല. It is the totality of this material world, spiritual and human, that is now introduced into God's order. ഇത് ഈ ഭൗതിക ലോകത്തിൻ്റെ ആകമാനമായ അനുഭവങ്ങളെ സ്വാംശീകരിക്കുന്ന ഒന്നാണ്. അത് ഭൗതികവും ആത്മീയവും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതും ഉൾച്ചേർത്ത് നിർത്തുന്നതുമായ അനുഭവമാണ് എന്ന് നാം തിരിച്ചറിയണം. Even Jesus did not have an exclusively spiritual view of the kingdom. യേശു കർത്താവ് പോലും ഒരിക്കലും ദൈവരാജ്യം എന്നത് ആത്മീയ മണ്ഡലത്തിൽ മാത്രമുള്ള ഒന്ന് എന്ന് പറഞ്ഞിട്ടില്ല. Such can be seen in some of the ancient text. നമ്മുടെ വിവിധ യേശു കർത്താവിൻ്റെ വിവിധ വാക്കുകളിൽ സുവിശേഷങ്ങളൊക്കെയും വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ വിവിധ ഭാഗങ്ങൾ നമുക്ക് ഈ കാര്യം വ്യക്തമായി കാണാവുന്നതാണ്. For example, in Mark 14 verse 25, Jesus says this. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 14 verse 25. 25-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: I tell you solemnly, I shall not drink any more wine until the day I drink the new wine in the kingdom of God. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഞാനിത് ഇനി അനുഭവിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നവരോട് പറഞ്ഞു. At other times he promises to whoever abandons all love for the kingdom 100-fold in houses and lands in Mark 10:30. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പറയുകയാണ്: ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. To the disciples he says in Luke 22 verses 29 to 30 or Matthew 19 verse 28, and now I confer a kingdom on you. You will eat and drink at my table in my kingdom, and you will sit on thrones to judge the 12 tribes of Israel. യേശു അവരോട് പറഞ്ഞത്: എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം. In Mark 13:30 he says, I tell you solemnly, before this generation has passed away, all these things will have taken place. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. He also says, I tell you that some of you will not taste death before they see the kingdom of God come with power, in Mark 9 verse 1. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്: പിന്നെ അവൻ അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. So all of these texts show us that Jesus did not understand the kingdom to be exclusively in spiritual terms. ഈ വേദഭാഗങ്ങളൊക്കെ നമ്മോട് സാക്ഷിക്കുന്നത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ദൈവരാജ്യം എന്ന ദർശനം അത് ആത്മീയ മണ്ഡലത്തിൽ മാത്രം ഒതുക്കപ്പെടേണ്ട ഒന്നല്ല എന്നുള്ളത് തന്നെയാണ്. So that's the first point. Whilst the kingdom is spiritual, it is not exclusively spiritual. ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ്, ദൈവരാജ്യം നിശ്ചയമായും ആത്മീയമാണ്, എന്നാൽ അത് ആത്മീയ മണ്ഡലം മാത്രമല്ല. The second point about the kingdom is that the kingdom of God is not a territory but a new order. രണ്ടാമതായി ദൈവരാജ്യം ഒരു പ്രത്യേക ഭൂപ്രദേശമല്ല, അത് ഒരു പുതിയ ക്രമമാണ്. In one of the most visionary passages of the entire Bible, the Apostle Paul speaks of Jesus Christ handing over the kingdom to the Father after he has destroyed every ruler and authority and power. In 1 Corinthians 15 verse 24. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവ് അതിപ്രധാനമായ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. In this text, the kingdom is understood as a life free from the reign of all those forces which enslave humanity. മനുഷ്യവർഗത്തെ
അടിമത്തത്തിലാക്കുന്ന എല്ലാ തരത്തിലുള്ള വാഴ്ചകളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നുമുള്ള സമ്പൂർണമായ വിമോചനം, വിടുതൽ എന്ന രീതിയിലാണ് ദൈവരാജ്യത്തെ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നത്. These powers are understood as enemies which act against human life here and now, the final enemy being death. ഈ കാലത്തിൽ തന്നെ മനുഷ്യനോട് നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അവസാനത്തെ ശത്രുവായി മരണത്തെയും ഇവിടെ ഈ അധ്യായത്തിൽ തന്നെ അവതരിപ്പിക്കുന്നു. Paul defines the power of all those aspects of life which enslave. നമ്മുടെ ജീവിതങ്ങളെ അടിമപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതങ്ങളോട് നിരന്തരം ഏറ്റുമുട്ടുന്ന ശത്രുവിന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പരാമർശിക്കുന്നത്. To name a few: sin, അതിൽ ചിലത്, ഒന്ന് പാപം, law, ന്യായപ്രമാണം, vanity and corruption, മായയും ദ്രവത്വവും, this evil age, ഈ കാലഘട്ടത്തിന്റെ, ഈ പാപമുള്ള, ഈ തിന്മയുള്ള കാലഘട്ടം, ദുഷ്ടതയുടെ കാലഘട്ടം, weak and miserable principles, ദരിദ്രവുമായ പ്രമാണങ്ങൾ, spiritual forces of evil, പാപത്തിന്റെ ദുഷ്ടതയുടെ ശക്തികൾ. and by contrast to all of these, the kingdom is life. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി, ഇതിന് നേർവിപരീതമായി ദൈവരാജ്യം എന്നത് യഥാർത്ഥത്തിലുള്ള ജീവിതമാണ്, ജീവനാണ്. Where human beings are no longer subjected to destructive forces. ഈ തരത്തിലുള്ള നശീകരണ ശക്തികൾക്ക് അടിമപ്പെടാതെ ഇരിക്കുന്ന യഥാർത്ഥ ജീവന്റെ, ജീവിതത്തിന്റെ ഒരു അനുഭവമാണ് ദൈവരാജ്യത്തിന്റെ അനുഭവം. So the kingdom is the sphere of life where God's Spirit is in control. ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന ജീവിതത്തിന്റെ മണ്ഡലമാണ് ദൈവരാജ്യം. Where justice, peace and joy are experienced completely and permanently. നീതിയും സമാധാനവും സന്തോഷവും എല്ലായ്പ്പോഴും നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവികമായ അനുഭവമാണ്, പുതിയ ക്രമമാണ് ദൈവരാജ്യം. It is the messianic banquet where everyone will enjoy equally and to the full God's noble gifts. ദൈവത്തിന്റെ വലിയ നൽവരങ്ങളെ ഏവരും സമ്പൂർണമായി യാതൊരു വ്യത്യാസവുമില്ലാതെ ഒരേപോലെ അനുഭവിക്കുന്ന ദൈവരാജ്യത്തിന്റെ വലിയ മശിഹാവിരുന്നിന്റെ ഒരു സങ്കല്പമാണ്, അനുഭവമാണ് ദൈവരാജ്യം എന്ന വേദപുസ്തക ദർശനം. It is the place where God will be all in all, as Paul tells us in 1 Corinthians 15 verse 28. 1 കൊരിന്ത്യർ 15 അധ്യായം 28 വാക്യത്തിൽ പൗലോസ് സൂചിപ്പിക്കുന്നത് പോലെ എല്ലാം ദൈവം സകലത്തിലും സകലവും ആകുന്ന അനുഭവമാണ് ദൈവരാജ്യം. The king in the kingdom, Jesus Christ, will be the source of all life, justice, love, wisdom and truth. ദൈവരാജ്യം എന്നത് യേശു കർത്താവിൻ്റെ വലിയ നീതിയും സമാധാനവും യഥാർത്ഥത്തിലുള്ള സന്തോഷവും അനുഭവിക്കുന്ന ആ അനുഗ്രഹീതമായ ജീവിത അനുഭവമാണ്, ജീവിത ക്രമമാണ്. The kingdom of God then is not a territory but a new order, a new way of life and of living. ഒരു പുതിയ ജീവിതവും ജീവിത ശൈലിയും ജീവിത ക്രമവുമാണ് ദൈവരാജ്യം എന്നതിലൂടെ ദൈവവചനം വിവക്ഷിക്കുന്നത്. It cannot be narrowed down to any particular aspect or place. ഒരു പ്രത്യേകമായ ഭൂപ്രദേശത്തേക്കോ ഒരു പ്രത്യേകമായ ജീവിത അനുഭവത്തിലേക്കോ മാത്രം പരിമിതപ്പെടുത്താവുന്ന ഒന്നല്ല ദൈവരാജ്യം. It embraces all, the world, the human person and society. ലോകത്തെയും മനുഷ്യവർഗത്തെയും മനുഷ്യ സമൂഹത്തെയും സമൂലമായി ഉൾക്കൊള്ളുന്ന അനുഭവമാണ് ദൈവരാജ്യം. And it means that the totality of reality is to be transformed by God. ഒരു യാഥാർത്ഥ്യത്തിന്റെ സാകല്യത എന്നത് ദൈവത്താൽ രൂപാന്തരപ്പെടുന്ന അനുഭവമാണ് എന്ന് ദൈവരാജ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. And that is the meaning of the text that says the kingdom of God is among you in Luke 17:21 that we read. നാം വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥമായ പൊരുൾ ഇതാണ്. Leonardo Boff tells us
that this particular new order introduced by God is at your disposition. ഈ ലിയോണാർഡോ ബോഫ് എന്ന വലിയ വേദപുസ്തക പണ്ഡിതൻ, മിഷൻ പണ്ഡിതൻ പറയുന്നത്, ദൈവം യേശുക്രിസ്തു ഉദ്ഘാടനം ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു രീതിയും അതിൻ്റെ സ്വഭാവവും ഇതാണ്. So do not ask when it will be established in the future. Don't run here and there as if the kingdom of God were attached to some place. അതുകൊണ്ട് തന്നെ ഇത് വളരെ സമകാലികമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഭാവിയിൽ എന്ന് സംഭവിക്കും, എന്നാണ് ദൈവരാജ്യം ആഗതമാകുന്നത് എന്ന് ചിന്തിച്ച് അവിടെയും ഇവിടെയും ഓടി നടക്കേണ്ടവരല്ല. എന്നാൽ ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള സമകാലികമായ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടവരാണ് നാം. So scholars tell us that the kingdom of God is that new order of affairs begun in Christ. യേശുക്രിസ്തുവിൽ ആരംഭിക്കപ്പെട്ടിരിക്കുന്ന, ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ ക്രമമാണ്, ഒരു പുതിയ സംവിധാനമാണ് ദൈവരാജ്യം. Which when finally completed by him will involve a proper restoration not only of man's relationship to God but also of those between sexes, generations, races, and even between man and nature. യേശുക്രിസ്തുവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യം എന്ന അനുഭവം അതിൻ്റെ സമ്പൂർണതയിൽ, അതിൻ്റെ സാകല്യതയിൽ എല്ലാത്തിനെയും വ്യത്യസ്തമായ ലിംഗഭേദങ്ങൾക്കപ്പുറമായി വ്യത്യസ്തമായ വംശങ്ങളെയും എല്ലാം ഒരുമിച്ച് ചേർത്ത് ദൈവരാജ്യത്തിൻ്റെ സന്തോഷവും അനുഗ്രഹവും സമാധാനവും അനുഭവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതാണ്. So to view the kingdom of God as a new order characterized by justice, peace and righteousness has two serious implications. അങ്ങനെയെങ്കിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമെന്ന ഈ ദൈവരാജ്യത്തിന് വളരെ വ്യക്തമായ രണ്ട് മാനങ്ങളുണ്ട്. Firstly, it implies a revolution in our thinking and acting. നമ്മുടെ തന്നെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും സമൂലമായ ഒരു പരിവർത്തനം, മാറ്റം സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ് ദൈവരാജ്യം. It calls for a conversion that does not only consist of pious exercises. നമ്മുടെ മനംമാറ്റം, നമ്മുടെ രൂപാന്തരം എന്ന് പറയുന്നത് ഭക്തിയുടെ ചില പ്രവർത്തനങ്ങൾ, ആത്മീയ ചില പ്രവർത്തനങ്ങൾ മാത്രമല്ല, but rather in a new mode of existing before God and in the light of the tidings announced by Jesus. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹകരമായ സദ്വർത്തമാനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവവുമായുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ ദൈവരാജ്യ അനുഭവം. It means to be where Jesus is, among the poor, the oppressed and the needy. യേശു കർത്താവ് എവിടെയാണോ സന്നിഹിതനായിരിക്കുന്നത് അവിടെ യേശുവിനോടൊപ്പം, ദരിദ്രരോടൊപ്പം, ആർത്തരോടൊപ്പം, തള്ളപ്പെട്ടവരോടൊപ്പം പങ്കുചേരുകയും നമ്മുടെ സാന്നിധ്യം അവരോടൊപ്പം ആക്കുകയും ചെയ്യുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകമായ ഒരു പ്രയോഗം. This has been the focus of the ecumenical movement. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ശക്തീകരണം ഇത് തന്നെയാണ്. Secondly, the kingdom of God implies a revolution of the human world. രണ്ടാമതായി ദൈവരാജ്യത്തിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ തന്നെ സമൂലമായ ഒരു രൂപാന്തരമാണ്. It calls for a radical change to the human condition of poverty and exploitation. ചൂഷണത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും മാനുഷിക അവസ്ഥകളുടെ സമ്പൂർണമായ ഒരു പരിവർത്തനവും രൂപാന്തരവുമാണ് ഈ ദൈവരാജ്യത്തിൻ്റെ പ്രയോഗം എന്ന് പറയുന്നതിലൂടെ നാം അർത്ഥമാക്കുന്നത്. We are living in a world of forced migration, violence and wars. യുദ്ധങ്ങളുടെയും നിർബന്ധിതമായ പലായനങ്ങളുടെയും ഹിംസയുടെയും ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We are living in a world of economic deprivation. വലിയ സാമ്പത്തികമായ അസമത്വങ്ങളുടെയും ഇല്ലായ്മകളുടെയും ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. There are so many hungry people who go to bed each night without any food. ഓരോ രാത്രിയിലും ഭക്ഷണം കഴിക്കാനില്ലാതെ വിശപ്പോടുകൂടെ ഉറങ്ങുവാൻ പോകുന്ന ജനലക്ഷങ്ങളുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We are living in a world of a climate crisis. കാലാവസ്ഥ സംബന്ധമായ വലിയ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. We are living in a world of political, economic exploitation and oppression.
രാഷ്ട്രീയവും സാമ്പത്തികവുമായ വലിയ ചൂഷണങ്ങളുടെ ഒരു കാലത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. Christians are called to change that world. ക്രിസ്തു വിശ്വാസികളെ ഈ ലോകത്തിന്റെ ക്രമങ്ങളെ മാറ്റുവാൻ, പരിവർത്തിപ്പിക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. It requires that Christians participate in God's plan to bring about a transformation of the world and the well-being of all human beings and creation. എല്ലാ മനുഷ്യർക്കും സൃഷ്ടിക്കും മുഴുവനും ഒരു ശാശ്വതമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ക്ഷേമത്തിലേക്കും നയിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ജീവിതത്തിലേക്ക് ഉള്ള ക്ഷണമാണ് ദൈവരാജ്യം. And this involves opposing oppressive structures. നിശ്ചയമായും ഇത് അടിമത്ത ഘടനകളെ, നമ്മെ അടിമപ്പെടുത്തുന്ന സംവിധാനങ്ങൾക്കെതിരെയുള്ള ഒരു പ്രവർത്തനം കൂടെയാണ്, അതിനെതിരെയുള്ള പ്രവർത്തനമാണ്. It requires speaking truth to power. അധികാര ഇടങ്ങളോട് യഥാർത്ഥത്തിലുള്ള സത്യം സംസാരിക്കുന്നതാണ് ഇതിന്റെ അർത്ഥം. It means standing up to be counted for the justice that God calls us into in God's world. ഈ ലോകത്തിൽ ദൈവത്തിന്റെ വലിയ നീതിയുടെ വാഹകരായി പ്രവാചകന്മാരെ നിലകൊള്ളുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. Now, while this is God's kingdom and God takes the initiative in bringing in God's kingdom, നിശ്ചയമായും ഇത് ദൈവത്തിന്റെ രാജ്യമാണ്. ഈ രാജ്യം സ്ഥാപിക്കുന്നതിൽ ദൈവമാണ് മുൻകൈ എടുക്കുന്നത്. yet God chooses to involve us in participating in bringing in God's kingdom. എന്നാൽ ദൈവത്തിന്റെ ഈ രാജ്യം സംസ്ഥാപിതമാക്കുന്നതിൽ ദൈവം നമ്മോട്, ദൈവത്തോടൊപ്പമുള്ള ഒരു പങ്കാളിത്തം ആവശ്യപ്പെടുകയാണ്. The Lord's Prayer that we pray is an expression of the fact that whilst we depend on God, we call on God to help us to bring in God's kingdom. നിന്റെ രാജ്യം വരണമേ എന്ന് കർത്തൃപ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആഗമനത്തിനു വേണ്ടി നാം കാംക്ഷിക്കുന്നവരാണ്. എന്നാൽ ആ വലിയ ദൈവത്തിന്റെ രാജ്യത്തിന്റെ സംസ്ഥാപനത്തിൽ ദൈവമേ, കർത്താവേ, നിന്നോടൊപ്പം ഞങ്ങളെയും പങ്കുകാരാക്കണമേ എന്നുകൂടെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. So the kingdom is not a place to run here or there and look for it. The kingdom is a new order, a new way of life and a new lifestyle. അതുകൊണ്ട് തന്നെ നാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് ഇവിടെയാണ് അല്ലെങ്കിൽ മറ്റൊരിടത്താണെന്ന് പറഞ്ഞ് അവിടെ കൊടുവാൻ തത്രപ്പെടേണ്ടതല്ല. അത് ഒരു പുതിയ ജീവിത ക്രമമാണ്, ഒരു പുതിയ ജീവിത കാഴ്ചപ്പാടാണ്, ഒരു പുതിയ ജീവിത ശൈലിയാണ്. A lifestyle that calls us to exemplify an alternative way of life that comes from God. ദൈവത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന തരത്തിൽ ദൈവികമായ ഒരു പുതിയ വ്യതിരിക്ത ജീവിത ക്രമത്തിലേക്കും ശൈലിയിലേക്കും നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യത്തിന്റെ. In a world filled with struggles, oppression and sinfulness. വളരെയധികം പാപപങ്കിലമായ, പ്രശ്നനിബിഡമായ, വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ, ദുഷ്ടലോകത്തിൽ ദൈവത്തിന്റെ ക്രമത്തെ അതിന് നൽകുന്ന അനുഭവമാണ് ദൈവരാജ്യത്തിൻ്റെത്. The third thing we learn from the text this morning from Luke 17 is that the kingdom of God is here, already here. മറ്റൊരു കാര്യം നാം ഇന്ന് രാവിലെ വായിച്ച വേദഭാഗത്തിൽ നാം തിരിച്ചറിയേണ്ടത് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ എന്നുള്ള വസ്തുതയാണ്. The kingdom is a present reality. ദൈവരാജ്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഒരു വർത്തമാനകാല അനുഭവമാണ്. In Matthew 28 verses 18 to 20, Jesus tells this to the disciples. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ യേശു കർത്താവ് ഇപ്രകാരം ശിഷ്യന്മാരോട് പറയുന്നു: All authority, all power, the reign in heaven and on earth has been given to me. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. It doesn't stop there. And he says, now I give that to you. അത് അവിടെ നിൽക്കുകയാൽ അതിനെ തുടരുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് അതിനുള്ള അധികാരം ശിഷ്യന്മാർക്ക് യേശു കർത്താവ് പങ്കിട്ട് നൽകുകയാണ്. Consequently, the disciples go into all the regions of the world, knowing as a matter of priority that the kingdom of Christ is present. അതുകൊണ്ട് തന്നെ ശിഷ്യ സമൂഹം യേശു കർത്താവിൻ്റെ ഈ വലിയ നിയോഗം സ്വീകരിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളിലേക്കും, ലോകത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലേക്കും അവർ മുന്നേറുകയാണ്. കാരണം
ഈ അധികാരം അവിടേക്ക് എത്തേണ്ടതാണ്. ഒരു പുതിയ ക്രമത്തിനു വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്. According to the Bible, the kingdom does not belong exclusively to the future. വേദപുസ്തക പ്രകാരം ദൈവരാജ്യം എന്നത് ഭാവിയിൽ മാത്രം സംഭവിക്കേണ്ട ഒന്നല്ല. It is a present reality that, though not yet fully revealed, does nevertheless show definite signs of being underway. ദൈവരാജ്യം എന്ന് പറയുന്നത് നിശ്ചയമായും വർത്തമാനകാല യാഥാർത്ഥ്യം തന്നെയാണ്. ഒരുപക്ഷെ അത് സമ്പൂർണമായി ഇപ്പോൾ നിലവിൽ സംസ്ഥാപിതമായിട്ടില്ലെങ്കിലും അതിൻ്റെ വരവിൻ്റെ വലിയ ലക്ഷണങ്ങൾ നമ്മുടെ മധ്യത്തിൽ തന്നെ ഉണ്ട്. നാം അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. When John the Baptist's disciples came to Jesus and asked whether he were the Messiah or whether they should look for another, Jesus answered with these remarkable words. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, നീ തന്നെയാണോ വരുവാനുള്ളവൻ, അതോ ഞങ്ങൾ മറ്റൊരുവിന് വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരമാണ് അവരോട് മറുപടി പറയുന്നത്. He said, "Go and tell John what you hear and see." യോഹന്നാനോട് ചെന്ന് പറയുക, നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അവനോട് പറയുക. The blind receive the sight and the lame walk. അന്ധർക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു, മുടന്തുള്ളവർ നടക്കുന്നു. Lepers are cleansed and the deaf hear. കുഷ്ഠരോഗികൾ ശുദ്ധീകരിക്കപ്പെടുന്നു, അതോടൊപ്പം മരിച്ചവർ ഉയർക്കുന്നു. And the dead are raised up and the poor have good news to preach to them. ദരിദ്രരോട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. And blessed is he who takes no offense at me. അതുകൊണ്ട് എന്നിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. In all of these, Jesus was simply saying that the kingdom of God is here. ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്, അതിൻ്റെ ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള അത്ഭുതകരമായ വസ്തുതയാണ് യേശു കർത്താവ് ഈ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. And that is what is meant in Luke 17 verses 20 to 21 when we read that the kingdom of God is in the midst of you. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ന് യേശു കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നതിന്റെ പൊരുൾ ഇതാണ്. It means that the kingdom is present in the struggles of humanity. മനുഷ്യവർഗത്തിന്റെ പ്രതിസന്ധികളിലും അവരുടെ എല്ലാ തരത്തിലുമുള്ള കഷ്ടതകളിലും വലിയ സമരങ്ങളിലുമൊക്കെ ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന് നാം തിരിച്ചറിയണം. Insofar as humanity suffers still with Christ and Christ still suffers with us. നാം ഈ കാലഘട്ടത്തിലെ കഷ്ടതകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് നമ്മോടൊപ്പം കഷ്ടം അനുഭവിക്കുകയാണ്. The kingdom of God will be perfect at the end of the age. But right now it is struggling. ദൈവരാജ്യത്തിന്റെ പൂർണ്ണമായ അനുഭവം ലോകത്തിന്റെ അവസാനത്തിൽ സമയത്തിന്റെ അവസാനത്തിലാണെങ്കിലും നിശ്ചയമായും ദൈവരാജ്യം ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഒരു വർത്തമാനകാല അനുഭവം തന്നെയാണ്. It is struggling because of sin, the church and the government. ഇന്നത്തെ പാപത്തിന്റെ ഘടനകളും ഇന്നത്തെ അധികാരത്തിന്റെ ഘടനകളും നിലനിൽക്കുന്നത് കൊണ്ടാണ് ദൈവരാജ്യത്തിന് പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണ അനുഭവത്തിൽ ഇന്ന് നമ്മുടെ മധ്യത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത്. It is not perfect, but it is here. അത് പൂർണ്ണമല്ല, ദൈവരാജ്യം ഇന്ന് പൂർണ്ണമായിട്ടില്ല, എന്നാൽ അത് നമ്മുടെ മധ്യത്തിൽ തന്നെയുണ്ട്. The last point I want to leave with you that emerges from our text is this, that the kingdom is to come. ഈ വേദവചന ഭാഗത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള മറ്റൊരു കാര്യം, ദൈവരാജ്യം വരാനുള്ളതാണ്, അത് വരുന്നതാണ് എന്നുള്ളതാണ്. While the kingdom has already come and is present in the ministry of Jesus Christ on earth, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ ദൈവരാജ്യം നമ്മുടെ ഇടയിലേക്ക് വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. yet it is not fully come. എന്നാൽ അത് സമ്പൂർണ്ണമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. And that is why we realize that the early Christians were in full expectation of the kingdom to come. അതുകൊണ്ട് തന്നെയാണ് ആദിമ ക്രൈസ്തവ വിശ്വാസികൾ ദൈവരാജ്യത്തിന്റെ വരവിനു വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാംക്ഷയോടെ കാത്തിരുന്നത്. They were looking towards the second coming of Christ, the judgment and the transformation of all reality. യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായും അന്ത്യ ന്യായവിധിക്കായും
ലോകത്തിന്റെ സമൂലമായ രൂപാന്തരത്തിനായും ആദിമ ക്രൈസ്തവ സഭ കാത്തിരുന്നു. So one of the main characteristics of the early Christians was that they were praying and waiting for the return of Jesus. യേശു കർത്താവിന്റെ മടങ്ങി വരവിനു വേണ്ടി നിരന്തരമായ പ്രാർത്ഥനയിലും ജാഗരണത്തിലും നിന്നിരുന്നവരാണ് ആദിമ ക്രൈസ്തവ വിശ്വാസികൾ. The synoptic gospels provide evidence that Jesus himself shared this expectation. ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ ഇത് വളരെ വ്യക്തമായി യേശു കർത്താവ് തന്നെ ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന് പൂർണ്ണമായ ആഗമനത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. At the same time he was acting in the power of the kingdom, being himself the kingdom. എന്നാൽ അതേസമയം ദൈവരാജ്യം താൻ തന്നെ ആയിരിക്കുകയും ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ യേശു കർത്താവ് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. He called the people to prepare themselves for the radical novelty of its final coming. ഈ ദൈവരാജ്യത്തിന്റെ സമ്പൂർണമായ അതിൻ്റെ ആകമാനമായ പുതുക്കത്തിനു വേണ്ടിയും രൂപാന്തരത്തിനു വേണ്ടിയും പരിവർത്തനത്തിനു വേണ്ടിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ചു. Most of the parables of the kingdom point to this future coming. ദൈവരാജ്യത്തിൻ്റെ മിക്കവാറും എല്ലാ ഉപമകളും അതിൻ്റെ ആസന്നമായ വരവിനെ സൂചിപ്പിക്കുന്നതാണ്. The mystery of the kingdom is its inconspicuousness, small like a mustard seed, but yet it is pregnant with explosive potential. ദൈവരാജ്യത്തിൻ്റെ സവിശേഷമായ അനുഭവം എന്നത് ഒരു കടുകുമണി പോലെ അത് ചെറുതും സൂക്ഷ്മവും ഒരുപക്ഷെ മനുഷ്യ ദൃഷ്ടികൾക്ക് അത്ര വ്യക്തവും ആയിരിക്കുകയില്ല എന്നുള്ളതാണ്. Even the prayer of Jesus shows us this dialectic between the kingdom which is present and the kingdom to come. എന്നാൽ ഒരു കടുകുമണി ഏറെ ചെറുതാണെങ്കിലും അത് അർത്ഥ സമ്പുഷ്ടമാകയാൽ അത് സമ്പൂർണ്ണമാകയാൽ അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഭവവും ആ അതേ തരത്തിലാണ് നാം തിരിച്ചറിയേണ്ടത്. So this idea of waiting for the kingdom to come in full realization deepens and enriches present Christian action as we engage with the world. ഈ ലോകവുമായി നാം ഇടപെടുമ്പോൾ ഈ ലോകത്തിൽ നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെയാണ് ഈ ലോകത്തിലേക്ക് നാം സന്നിവേശിപ്പിക്കുന്നത്. It places in us an unshakable confidence in the future liberation. ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു വലിയ വിടുതലിനു വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ പ്രത്യേകമായ ചിന്ത നമ്മെ പ്രചോദിപ്പിക്കുന്നു. It tells us that though the present is what it may be with all of its suffering, yet it will not be that forever. ഈ കാലഘട്ടത്തിൻ്റെ കഷ്ടതകൾ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അതൊരിക്കലും അത് എന്നേക്കും അങ്ങനെ ആയിരിക്കുകയില്ല എന്നുള്ളത് അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. The kingdom becomes the object of faith and the content of hope. നമ്മുടെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും അതിൻ്റെ പൊരുളായി അതിൻ്റെ ഉള്ളടക്കമായി ദൈവരാജ്യം മാറുകയാണ്. Faith is not a kind of make-believe utopianism. വിശ്വാസം എന്നത് ഒരിക്കലും നമ്മുടെ ഒരു സങ്കല്പം ലോകം മാത്രമേ അല്ല. Instead, faith is protest against current challenges. നമ്മുടെ വർത്തമാന ലോകത്തിൻ്റെ പ്രതിസന്ധികളിലും വെല്ലുവിളികൾക്കും എതിരെയുള്ള ഒരു നമ്മുടെ പ്രതികരണമാണ് വിശ്വാസം. അല്ലാതെ അത് ഒരു സാങ്കല്പികമായ ലോകം ഒരിക്കലുമല്ല. So faith in the future is not restricted to hope for individual salvation only. വ്യക്തിഗതമായ രക്ഷ എന്നത് മാത്രമല്ല ഈ നമ്മുടെ പ്രതീക്ഷയുടെ ക്രിസ്തീയ പ്രത്യാശയുടെ ഉള്ളടക്കം. But it is a faith in a future which we fashion with our own hands as we work with God for the transformation of the world. ലോകത്തിന്റെ പരിവർത്തനത്തിനു വേണ്ടി ദൈവത്തോടൊപ്പം പങ്കുചേരുന്ന അനുഭവമാണ് ഈ പ്രത്യാശയുടെ യഥാർത്ഥമായ ഉള്ളടക്കം. So the kingdom of God is present, but it is still to come in fullness. ദൈവരാജ്യം ഇതാ നമ്മുടെ വർത്തമാന കാലത്തിൽ അത് സമാഗതമായിരിക്കുന്നു, എന്നാൽ അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കേണ്ടവരാണ്. Now let me conclude by asking, how does this idea and this concept of the kingdom of God speak to the church today? ഇന്നത്തെ നമ്മുടെ സഭയോട് നമ്മുടെ വിശ്വാസ ജീവിതത്തോട് ദൈവരാജ്യം എന്ന ഈ ദർശനം ഏത് തരത്തിലാണ് സംവദിക്കുന്നത്? അതെന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? Firstly,
it declares the sovereignty or the lordship of Jesus Christ in the world. It calls the church to declare the sovereignty and lordship of Jesus Christ in the world. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ അധികാരം, സമ്പൂർണമായ അധികാരം ഈ ലോകത്തോട് പ്രഖ്യാപിക്കാൻ, വിളംബരം ചെയ്യുവാൻ അത് സഭയോട് ആവശ്യപ്പെടുന്നു. And this means declaring the lordship of Jesus Christ in every area, every sphere, every aspect of life. മനുഷ്യ ജീവിതത്തിന്റെ, ഈ ലോക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും യേശു കർത്താവിന്റെ അധികാരവും വാഴ്ചയും കർത്തൃത്വവും പ്രഖ്യാപിക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. God's history, all history is God's history and therefore subject to God. എല്ലാ ചരിത്രവും മനുഷ്യ ജീവിത അനുഭവങ്ങളും ദൈവത്തിന്റെ കീഴിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മനുഷ്യ ജീവിതത്തിലും മനുഷ്യ ചരിത്രത്തിലും നിശ്ചയമായ അധികാരമുണ്ട്. And this includes all powers and authorities on earth. ഈ ലോകത്തിലെ എല്ലാ അധികാരങ്ങളും ഘടനകൾക്കും ഈ യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലാണ് എന്ന് നാം മനസ്സിലാക്കണം. Including political powers, governments and states. ലോകത്തിലെ ഭരണകൂടങ്ങളും എല്ലാ രാജ്യങ്ങളും രാഷ്ട്രീയ അധികാരങ്ങളും യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലാണ് എന്ന് നാം തിരിച്ചറിയണം. The church has the authority to speak even to the state. ഭരണകൂടങ്ങളോട് പോലും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ താല്പര്യങ്ങളും ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളും ഉറക്കെ പ്രഖ്യാപിക്കുവാൻ സഭയ്ക്ക് അധികാരവും ഉത്തരവാദിത്വവുമുണ്ട്. All powers stand under the correction of God. എല്ലാ വാഴ്ചകളും അധികാരങ്ങളും ശക്തികളും ദൈവത്തിന്റെ അധികാരത്തിന്റെയും തിരുത്തലിനും വിധേയമാണ്. And therefore we have a right to speak God's truth and presence into every area of life. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ യാഥാർത്ഥ്യവും ദൈവത്തിന്റെ സത്യവും പ്രഘോഷിക്കുവാൻ നമുക്ക് ചുമതലയും ഉത്തരവാദിത്വവുമുണ്ട്. The prophetic task of the church is to speak and act out against any form of oppression, unjust laws and systemic evil. ഏത് തരത്തിലുള്ള അസമത്വത്തിനും ചൂഷണത്തിനും ഘടനാപരമായ തിന്മയ്ക്കും എതിരെ പ്രവർത്തിക്കുവാനും അതിനോട് എതിർത്ത് നിന്ന് സംസാരിക്കുവാനും സഭയ്ക്ക് അധികാരവും ഉത്തരവാദിത്വവുമുണ്ട്. It is this prophetic calling that enables churches to stand up against racism, xenophobia, ethnic violence, gender discrimination. സഭയുടെ ഈ ഒരു പ്രവാചക ദൗത്യത്തിലൂടെയാണ് ഈ ലോകത്തിന്റെ പാപം നിറഞ്ഞ ഘടനകളോട്, ഒരുപക്ഷെ അത് വംശീയതയായിരിക്കാം, ലിംഗങ്ങൾ തമ്മിലുള്ള അസമത്വമായിരിക്കാം, ചൂഷണത്തിന്റെ ഘടനകളായിരിക്കാം, ഈ സാഹചര്യത്തോടെല്ലാം എതിർത്ത് നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും ശക്തീകരിക്കുന്നതും ഈ പ്രവാചക ദൗത്യമാണ്. Also against economic, social, political, climate and digital injustices. അതോടൊപ്പം തന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങൾ, അസമത്വങ്ങൾ, കാലാവസ്ഥ സംബന്ധമായ വ്യതിയാനത്തിലൂടെ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾ, ഈ സാഹചര്യങ്ങളൊക്കെ ദൈവരാജ്യത്തിന്റെ അനുഭവക്കാരെന്ന നിലയിൽ സഭയ്ക്ക് ഒരു വലിയ പ്രവാചക ദൗത്യമുണ്ട്. The focus on the kingdom of God warrants a transformation and healing of a broken and suffering world. ഇന്നത്തെ വ്രണിതമായ ലോകത്തിന്റെ അനുഭവങ്ങളോട് സംവദിക്കുവാൻ, ഇടപെടുവാൻ പ്രത്യേകമായി ദൈവരാജ്യത്തിന്റെ ഭാഗമെന്ന നിലയിൽ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. So the task of the church is not only to declare the sovereignty of God and God's kingdom, ദൈവത്തിന്റെ രാജ്യത്തെപ്പറ്റിയും ദൈവത്തിന്റെ വലിയ അധികാരത്തെപ്പറ്റിയും സർവ്വ അധികാരത്തെപ്പറ്റിയും ലോകത്തോട് പറയുന്നത് മാത്രമല്ല സഭയുടെ ഉത്തരവാദിത്വം. Secondly, the task of the church is to be a servant of the kingdom of God. ദൈവരാജ്യത്തിന്റെ സേവകരായിരിക്കാൻ, ശുശ്രൂഷകരായിരിക്കാൻ ദൈവം സഭയെ വിളിച്ചിരിക്കുന്നു. We are not here to fulfill our own purpose and agenda. നമ്മുടെ സ്വന്തം ചില പ്രവർത്തന രീതികളും താല്പര്യങ്ങളും നടപ്പിലാക്കുവാൻ വേണ്ടിയല്ല നാം നിലനിൽക്കുന്നത്. We are here to fulfill God's purpose on earth. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഹിതം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടിയാണ് നമ്മെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത്. And God's purpose
is to bring in God's kingdom, which speaks of justice, peace, righteousness. നീതിയും സമാധാനവും എല്ലാവർക്കുമുള്ള സമത്വവും പങ്കുവയ്ക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അനുഭവം ഈ ലോകത്തിൽ സാക്ഷാത്കരിക്കാനാണ് ഇന്ന് ദൈവം സഭയെ വിളിച്ച് നിയോഗിച്ചിരിക്കുന്നത്. And so we are called to be the servants of the King in this kingdom, Jesus Christ, as we seek to make a better world for all people and creation. ഇന്നത്തെ എല്ലാവർക്കും വേണ്ടി കുറച്ചുകൂടെ മെച്ചപ്പെട്ട അനുഗ്രഹീതമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിൽ പങ്കുചേരുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിന്റെ ഭാഗമായി സഭയ്ക്ക് നിൽക്കുവാൻ കഴിയുന്നത്. And finally, the church is called to live as a sign of the kingdom of God. സഭയെ സംബന്ധിച്ച് ദൈവരാജ്യത്തിന്റെ ഒരു അടയാളമായി നിൽക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. The church is not the kingdom in itself, but a pointer to the kingdom of God. സഭ എന്നത് ദൈവരാജ്യമല്ല, എന്നാൽ ദൈവരാജ്യത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. A sign of its presence and power in the world. ദൈവരാജ്യം ഈ ഭൂമിയിൽ ഉണ്ട് എന്നതിൻ്റെ അടയാളമായി, ഈ ഭൂമിയിലുള്ള ദൈവരാജ്യ സാന്നിധ്യത്തിന്റെ അടയാളമായി നിൽക്കേണ്ടതാണ് സഭ. An expression and a manifestation of God's presence in the world. ഈ ലോകത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു പുറമേയുള്ള പ്രതിഫലനമാണ്, അതിൻ്റെ ഒരു പ്രകടനമാണ് സഭ. So the church is called to be a community of love as we share and declare the love of Jesus Christ to the world. യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തോട് പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരു സ്നേഹ സമൂഹമായി, ദൈവസ്നേഹത്തിന്റെ സമൂഹമായി നിലകൊള്ളുവാനാണ് ദൈവം സഭയോട് ആവശ്യപ്പെടുന്നത്. And in a world of pessimism and suffering, the church is called to be a community and agent of hope. നിരാശാബോധത്തിന്റെയും വലിയ ദുഃഖങ്ങളുടെയും ഒക്കെ ഈ ലോകത്തിൽ വലിയ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു ഗോപുരമായി, പ്രകാശഗോപുരമായി നിൽക്കാനാണ് ദൈവം സഭയോട് ആവശ്യപ്പെടുന്നത്. A sign pointing to the new things of Christ that will come and that will bring transformation to the world. ക്രിസ്തുവിൽ ലോകത്തെ പരിവർത്തിപ്പിക്കുന്ന, ലോകത്തിന് രൂപാന്തരം നൽകുന്ന ആ വലിയ അനുഭവത്തിലേക്ക് വിരൽ ചൂണ്ടുവാനും അതിൻ്റെ പ്രതീക്ഷയുടെ അടയാളമായി നിൽക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. Many years ago, when I was doing a study for a master's degree, ഞാൻ എൻ്റെ ഉപരിപഠനം നിർവഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് I went into one of the most poorest townships in South Africa. സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും അധികം ദരിദ്രമായ ഒരു പ്രദേശത്ത് ഞാൻ പോവുകയുണ്ടായി. And I saw a very elegant looking church in the middle of all the shacks and informal settlement. വളരെ ദുരിതം നിറഞ്ഞ ചെറിയ കുടിലുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അതിമനോഹരമായ ഒരു ദൈവാലയം നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. And in my research, I was keen to know what the people in the community were saying about this church. How could this church look so beautiful and so elegant in the midst of poverty and struggle? ഇത്രമാത്രം ദാരിദ്ര്യത്തിൻ്റെയും പ്രശ്നങ്ങളെയും ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയധികം ആഡംബരത്തോടുകൂടെ വിളങ്ങി നിൽക്കുന്ന ഒരു ദൈവാലയം, ഒരു പള്ളി കെട്ടിടത്തെ പറ്റി അവിടെയുള്ള ആൾക്കാരുടെ അഭിപ്രായം എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരു ജിജ്ഞാസയുണ്ടായി. I was expecting them to tell me that this church does not fit here. It's actually a misfit in this community. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇത്തരം ഒരു മനോഹരമായ ദൈവാലയത്തിന് ഇവിടെ സ്ഥാനമില്ല, ഇതിവിടെയൊന്നും വരേണ്ടതല്ല എന്നൊരു ചിന്താഗതിയാണ് അവർക്കുണ്ടാകുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. But I was pleasantly surprised when they said to me, "No, we actually like that church." എന്നാൽ അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ദൈവാലയം, ഈ ഒരു വിടവക ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്, ഈ പള്ളിക്കെട്ടിടം ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം നൽകുന്നു എന്നതാണ്. That church with all its elegance tells us and speaks to us about hope. എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരുന്ന ആ ദൈവാലയം അവരുടെ ജീവിതങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. It tells us about our struggles, but it says to us that's where we need to go. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവർ എല്ലാ പ്രശ്നങ്ങളുടെയും ഇല്ലായ്മകളുടെയും മധ്യത്തിൽ ഞങ്ങളുടെ ജീവിതം ഒരിക്കൽ ആ തരത്തിൽ ആ ദൈവാലയം പോലെ മനോഹരമായി തീരും, ഞങ്ങൾ അവിടേക്ക് ആ അനുഭവത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഞങ്ങളുടെ
ചിന്ത എന്ന് അവിടെയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു. It gives us aspiration and inspiration and hope to believe. വിശ്വസിക്കുവാൻ, ദൈവത്തിൽ സമ്പൂർണ്ണമായി ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മുറുകെ പിടിക്കുവാനും ആശ്രയിക്കുവാനും ഞങ്ങൾക്ക് പ്രചോദനമായി തീരുന്നതാണ് ആ ദൈവാലയം എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. It is a sign of the presence and the kingdom of God amongst us. നമ്മുടെ മധ്യത്തിലുള്ള ദൈവരാജ്യത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു അടയാളമാണ് സഭ. So in this Bible study, I've been attempting to tell you that the kingdom of God is a broad biblical theme. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ദൈവരാജ്യം എന്നത് ദൈവവചനത്തിലെ വളരെ വിശാലമായ തരത്തിലുള്ള അർത്ഥതലങ്ങളുള്ള ഒരു ദർശനമാണ്. Which tells us that this kingdom or reign of God is not merely spiritual. ഏറ്റവും പ്രധാനമായി നാം തിരിച്ചറിയേണ്ട ദൈവരാജ്യം എന്നത് ആത്മീകമായി മാത്രം നാം പരിമിതപ്പെടുത്തേണ്ടതല്ല എന്നുള്ളതാണ്. It is not territorial but a new order of life and living. അത് ഒരു പ്രത്യേക ഭൂപ്രദേശത്തിൽ എന്ന രീതിയിൽ നാം മനസ്സിലാക്കേണ്ടതല്ല, അതൊരു പുതിയ ജീവിത ക്രമമായി നാം തിരിച്ചറിയണം. Encompassing justice, peace, love and righteousness. നീതിയും സമാധാനവും സന്തോഷവും ഉൾച്ചേരുന്ന അനുഗ്രഹീതമായ ഒരു ദൈവിക ക്രമമാണ് ദൈവരാജ്യം. It is present here already in the ministry of Jesus Christ on earth. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അത് സന്നിഹിതമായിരുന്ന അനുഭവമാണ് ദൈവരാജ്യം. And yet it is still to come in fullness. എന്നാൽ അതിന്റെ സമ്പൂർണതയിൽ ഇനിയും അത് വരുവാനുള്ളതാണ്. But so long our task as Christians is not only to long and pray for God's kingdom. ക്രിസ്തു വിശ്വാസികളെ വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക എന്നത് മാത്രമല്ല, but we are to actively participate with God in bringing in God's kingdom. Yes, God's kingdom. ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ തന്നെ രാജ്യം ഈ ഭൂമിയിൽ സംസ്ഥാപിതമാകുവാൻ ദൈവത്തോടൊപ്പം പങ്കുചേരേണ്ടവരാണ്, പ്രവർത്തനത്തിൽ പങ്കുചേരേണ്ടവരാണ് നാം. And we do this as we work for justice, peace and righteousness in the world. ഈ ലോകത്തിൽ നീതിക്ക് വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും യഥാർത്ഥമായ സന്തോഷത്തിനു വേണ്ടിയും പ്രയത്നിക്കുമ്പോൾ ദൈവത്തോടൊപ്പം ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനത്തിൽ നാം പങ്കുകാരായി തീരുകയാണ്. Our prayer must be not only that the kingdom may come, but that it comes in me and through me as we await the coming of Christ return. നമ്മുടെ പ്രാർത്ഥന, കർത്താവേ, ഈ നിന്റെ രാജ്യം എന്നിലൂടെ എന്നിൽ വന്നു ചേരണമേ, അതിലൂടെ ഈ ലോകത്തിന്റെ രൂപാന്തരത്തിന് പരിവർത്തനത്തിന് ഞാൻ കാരണമായി തീരണമേ എന്നുള്ളതായിരിക്കണം. As we anticipate the creation of a new heaven and a new earth. ഒരു പുതിയ ഒരു പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിക്കായും നാം കാത്തിരിക്കുമ്പോൾ, പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ, so friends, I pray that God's kingdom will come in us. പ്രിയരെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ദൈവരാജ്യം നമ്മിൽ സംസ്ഥാപിതമാകട്ടെ. But that God's kingdom will also come through us. അതോടൊപ്പം ഈ ദൈവരാജ്യം നമ്മിലൂടെ ആഗതമായി തീരട്ടെ. To make God's world truly God's world. യഥാർത്ഥത്തിൽ ഈ ലോകം ദൈവത്തിന്റെ ലോകമായി തീരുവാൻ തക്കവണ്ണം ഈ ദൈവരാജ്യ അനുഭവം നമ്മിലൂടെ ആഗതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. In the name of the Father and of the Son and of the Holy Spirit. Amen. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.